അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, റമദാൻ മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. റമദാൻ മാസത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനമായ പ്രയത്നം ചെയ്യുന്നവരെ അള്ളാഹു നിങ്ങളെ അവൻ്റെ മാർഗത്തിലേക്ക് നയിക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ ആ ദിവസത്തെ ഡെയിലി സെയിൽസ് റിപ്പോർട്ട് ആവശ്യപ്പെടാറുണ്ട്. അതുപോലെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെയും ഓഡിറ്റുകൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? ആ ദിവസം നടന്ന റിവ്യൂ, എന്തൊക്കെയാണ്, ആരുമായി ഇടപെട്ടു, ആരുമായി സംസാരിച്ചു, എന്തൊക്കെ ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള നമ്മൾക്ക് ഒരു ബോധമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അറിയിക്കുകയാണ്, വഹുവ അല്ലദീ യതവഫാകും ബില്ലൈലി വയഅലമു മാ ജറൈതും ബിന്നഹാരി സുമ്മ യബ്അസുകും ഫീഹി ലിയുഖ്ളാ അജലൻ മുസമ്മ സുമ്മ ഇലൈഹി മർജിഉകും സുമ്മ യുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ. അള്ളാഹുവാണ് രാത്രിയിൽ ഉറങ്ങുമ്പോൾ നമ്മളെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നവൻ. പകലിൽ നമ്മൾ പ്രവർത്തിച്ചതെല്ലാം അവൻ അറിയുകയും ചെയ്യുന്നു. പിന്നീട് നിർണിതമായ ജീവിതാവധി പൂർത്തിയാക്കപ്പെടുവാൻ വേണ്ടി പകലിൽ നമ്മളെ അവൻ എഴുന്നേൽപ്പിക്കുന്നു. പിന്നീട് അവങ്കലേക്ക് നിങ്ങളുടെ മടക്കം. അനന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം അള്ളാഹു നമ്മൾക്ക് പിന്നീട് അറിയിച്ചു തരുന്നതാണ്. രാവിലെ ഉണർന്നതിന് ശേഷം രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ എന്തൊക്കെയാണോ നാം ആ ദിവസങ്ങൾ മുഴുവൻ ചെയ്തത്, അതിൻ്റെയൊക്കെ റെക്കോർഡ് അള്ളാഹുവിൻ്റെ പക്കൽ എത്തുന്നതാണ് എന്ന് അള്ളാഹു നമ്മെ അറിയിക്കുന്നുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പോൾ ഒരാൾ കടന്നു വരും, ആ വ്യക്തി സ്വർഗത്തിൻ്റെ അവകാശിയാകുന്നു. ആളുകളൊക്കെ പള്ളിയിൽ കയറി വരുന്ന ആളെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഒരു സാധാരണക്കാരനായ ആൾ താടിയിലൂടെ ഒളുവിൻ്റെ വെള്ളം ഒലിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈകളിൽ പാദരക്ഷയുമുണ്ട്. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ ഇപ്പോൾ ഒരാൾ കടന്നു വരും, അദ്ദേഹം സ്വർഗത്തിൻ്റെ അവകാശിയാകുന്നു എന്ന്. ഇതേ ആൾ തന്നെയായിരുന്നു വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെട്ടത്. മൂന്നാമതൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടായി പറഞ്ഞു, ഇതാ ഒരാളിപ്പോൾ കടന്നു വരും, അദ്ദേഹം സ്വർഗത്തിൻ്റെ അവകാശിയാകുന്നു. അതേ ആൾ തന്നെയാണ്, അത്ഭുതകരമെന്ന് പറയട്ടെ, ആ പള്ളിയിലേക്ക് കടന്നു വന്ന ആൾ. കൂട്ടത്തിലുണ്ടായിരുന്ന അമ്മർ ബിൻ ആസിന് അത്ഭുതം തോന്നി. നിജസ്ഥിതി മനസ്സിലാക്കുവാനായി അമ്മർ ബിൻ ആസ് ആ വ്യക്തിയുടെ അടുക്കൽ കൂടി അദ്ദേഹത്തോടൊപ്പം വീട്ടിലേക്ക് കടന്നു ചെന്നു. പറഞ്ഞു, ഞാൻ വഴിയാത്രക്കാരനാണ്, എന്നെ ഒന്ന് സഹായിക്കണം. അദ്ദേഹം സാധാരണ ചെയ്യുന്നത് പോലെ രാത്രി ഉറങ്ങുന്നു, ഫജ്ർ നമസ്കാരത്തിന് എഴുന്നേൽക്കുന്നു, പ്രത്യേകമായി ഒന്നും ചെയ്യുന്നത് കാണുന്നില്ല. ഈവൻ തഹജ്ജുദ് പോലും അദ്ദേഹം നമസ്കരിച്ചതായി കാണുന്നില്ല. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. എല്ലാം സാധാരണ ഒരു നോർമലി ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ എന്താണ് ഇത്രയും മഹത്തായ പ്രതിഫലം നേടിയെടുക്കാൻ അദ്ദേഹത്തെ സന്നദ്ധമാക്കിയതെന്ന് വളരെ അത്ഭുതത്തോടു കൂടി അമ്മർ ബിൻ ആസ് ആ സാധാരണക്കാരനായ മനുഷ്യനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ നമസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, മറ്റൊന്നും ഞാൻ ചെയ്തില്ല. പിന്നെ എന്താണ് നിങ്ങളെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഓർത്തുകൊണ്ട് പറഞ്ഞു, എനിക്കാരോടും ദേഷ്യമില്ല, എനിക്കെല്ലാവരോടും സ്നേഹമേ ഉള്ളൂ. ആരോടെങ്കിലും കയർത്ത് സംസാരിക്കുകയോ ഇടപാടുകളിൽ എന്തെങ്കിലും പോരായ്മ തോന്നിയോ ചെയ്താൽ അന്ന് തന്നെ അവരുമായി ബന്ധപ്പെട്ട് അതൊക്കെ പറഞ്ഞു തീർക്കും. നമ്മുടെ ജീവിതത്തിലും ഇത്തരം അവസ്ഥകൾ ഉണ്ടാവാറില്ലേ? ചെയ്തു പോയതിനെക്കുറിച്ചും ചെയ്യാൻ കഴിയാത്തതിനെക്കുറിച്ചൊക്കെ പകയും വിദ്വേഷവും വെച്ചാണോ നമ്മൾ നമ്മളുടെ ഉറക്കം വരെ നഷ്ടപ്പെടുത്തുന്നത്? എങ്കിൽ നമ്മൾക്കും ഇതൊരു മാതൃകയാവേണ്ടതുണ്ട്. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ, ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ.
വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.